സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിൽ കയറുന്നതിന് മുന്നേ ചോദിക്കാറുള്ളത് ഇന്ന് എന്താണ് സ്പെഷ്യൽ കഴിക്കാനെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, ഒരുപാട് കഷ്ടപ്പെട്ട പരിപാടികളൊന്നുമില്ല. ആദ്യം നമുക്ക് നനവൊന്നുമില്ലാത്തൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ രാവിലെ ഒരു 2 മുട്ട എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തണുപ്പൊക്കെ പോയിരുന്നോളുമല്ലോ. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഇല്ല എങ്കിൽ 2-3 ഏലക്കയുടെ കുരു ഒന്ന് ചതച്ചിട്ട് വേണം ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ചതയ്ക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ അത് അരഞ്ഞ് കിട്ടില്ല, അതിൻ്റെ ആ ഒരു മണം നന്നായിട്ട് കിട്ടില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പാലും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിതിപ്പോൾ തിളപ്പിച്ചാറിയ പാലാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് ഓയിലാണ്. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ബട്ടർ, നെയ്യ് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സൺഫ്ലവർ ഓയിലിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ ഒലിവ് ഓയിൽ. പക്ഷേ വെളിച്ചെണ്ണ ചേർക്കുകയോ ചെയ്യരുത് കേട്ടോ. ഓയിൽ കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അതിലൊരു 1/2 കപ്പ് സാധാരണ പഞ്ചസാരയും 1/4 കപ്പ് ബ്രൗൺ ഷുഗറുമാണ് ഞാൻ ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല, മുഴുവനായിട്ടും ബ്രൗൺ ഷുഗർ ചേർക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ശർക്കരയുണ്ട്, നമ്മുടെ പാക്കറ്റിൽ വാങ്ങുന്ന പൊടി ശർക്കര ഉണ്ടല്ലോ, അതാണെങ്കിൽ 1/4 കപ്പ് അത് ചേർത്താലും മതിയാവും, കുറച്ചുകൂടി ഹെൽത്തി ആവും. നമ്മളല്ലാതെ ഈ വാങ്ങുന്ന ഉണ്ട ശർക്കരയൊക്കെ ആണെങ്കിൽ അതിൽ പൊടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് ഹൈ സ്പീഡിലൊരു 30 സെക്കൻഡോളം അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടും. അതിനെ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ 2 കപ്പ് മാവും ആദ്യമേ തന്നെ അരിച്ചിതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ചൊന്ന് അരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു വിസ്കോ സ്പാച്ചുലയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വിസ്കാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈ മാവ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനം. ആദ്യം നമ്മൾ ഈ പൊടി വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്കതിൽ നിന്ന് കുറേശ്ശെ കോരിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയല്ലോ. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് സ്പീഡിലിട്ട് കുത്തി ഇളക്കരുത്. ഞാനിതിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു സെറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാനിപ്പോൾ ഒരു 3 തവണയായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ അതിനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നമ്മളിപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കില്ലേ, ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് കലക്കുമ്പോൾ മാവിലേക്ക് വെള്ളം ഒഴിക്കാതെ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് മിക്സ് ചെയ്ത് നോക്കണം. എളുപ്പമാണ്, പെട്ടെന്ന് മിക്സായി കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കട്ട കിട്ടും. അങ്ങനെ ഒരു അവസ്ഥ അങ്ങ് ഒഴിവാക്കുകയും ചെയ്യാം. നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്പാച്ചുല വെച്ച് അതിൻ്റെ സൈഡിലുള്ള പൊടി മുഴുവനായിട്ടും അതിലേക്ക് നീക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ മാവ് കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കുകയാണ്. ഇതൊന്ന് ലൂസാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർക്കാനേ പാടില്ല. 1 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചില പൊടികൾക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ചൊന്ന് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കട്ടിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാൽ കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കോരിയിട്ട് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വീഴണം, അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് വിസ്ക് മാറ്റിയിട്ട് സ്പാച്ചുല വെച്ച് നന്നായിട്ട് അടി കൂട്ടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലെ കുഞ്ഞ് ബൗളുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറ്റുപാത്രത്തിൽ ചെയ്യാവുന്നതാണ്, കേക്ക് ടിന്നിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ കുഞ്ഞ് കട്ടോരീസിൽ ചെയ്യുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഗോതമ്പ് മാവൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം ബാക്കി എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് തട്ടിക്കളയണം. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒരു 1/4 ഭാഗത്തോളം ആകുന്ന രീതിയിൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ, നിറയെ ഒഴിക്കരുത്. ഒരു 1/4 ഭാഗത്തോളം നിറച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ടാപ്പ് ചെയ്യണം. 1-2 തവണയല്ല, നമ്മളൊരു 10-15 ടാപ്പെങ്കിലും ഒക്കെ ചെയ്യണം. അങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക്
ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിൽ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഈ ബാറ്ററിൽ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. മുകളിൽ കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ആ സമയത്ത് തന്നെ ഒരു വലിയൊരു അലുമിനിയം പാത്രം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു റിങ് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ പാത്രങ്ങൾ എടുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള സ്നാക്കുകൾ ചെയ്യുമ്പോൾ ആവിയിൽ വേവിക്കാൻ പറ്റുമെന്ന്. ആവിയിൽ വേവിക്കുന്നതിനേക്കാളും എളുപ്പ പരിപാടിയാണെന്നേ ഇത്. വലിയൊരു പാത്രം എടുത്ത് വെച്ച് അതിലൊരു റിങ്ങും കൂടെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കുക്കായിക്കോളും. ഒരു പാടുമില്ല. നമുക്ക് ഓവനൊന്നും വേണ്ട. ഓവനിൽ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടിയാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പാത്രത്തിലൊന്നും പിടിക്കാൻ പറ്റാത്തത്. അത്രയ്ക്ക് നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി തന്നെ നമ്മുടെ കയ്യിലേക്ക് തട്ടി കൊടുക്കുമ്പോൾ ഇനി പോരും. സൈഡിലൊന്നും പറ്റി പിടിക്കുകയോ അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇങ്ങനൊരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് മധുരം ഇല്ല കേട്ടോ. മീഡിയം മധുരത്തിലാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര വരെ എടുക്കാവുന്നതാണ്. പിന്നെ ഇത്രയും അളവിൽ വേണ്ട 2 കപ്പ് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേർപകുതി എടുക്കുക. നേർപകുതി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ചെറിയ അളവിൽ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ബാക്കിയുള്ളതിനെ ഒരു കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ട് വേറെ പ്രത്യേകം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.